എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതും മൃദുലവുമാവാനുള്ള ഒരു ഹോം റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. ഈ ഓറഞ്ച് ഓയിൽ സ്കിൻ ലൈറ്റനിങ് ആണ്. നല്ല ഗ്ലോയിങ് സ്കിന്നുണ്ടാവും നമുക്ക്. പിന്നെ ആക്നെയൊക്കെ കുറയ്ക്കുന്നു. പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാവാൻ ഉപകരിക്കും നമ്മുടെ സ്കിന്നിലേക്കുള്ളത്. പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്. പിന്നെ നമ്മുടെ മുടിക്കും ഇത് വളരെ നല്ലതാണ്. നല്ല തിളക്കമുള്ള മുടി ലഭിക്കും. ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ ഓറഞ്ച് തോല്, അതിൻ്റെ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയും, അതും പിന്നെ വെളിച്ചെണ്ണയും ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ച് നല്ലപോലെ കഴുകി, ഇതുപോലെ നല്ല ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് വേണം. അത് നല്ലപോലെ കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിലൊക്കെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമല്ലോ. അതുകൊണ്ട് നല്ലപോലെ ഉരച്ച് കഴുകി അതിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനീഗറിലോ എടുത്തതിന് ശേഷം വേണം എടുക്കാൻ. നല്ലപോലെ തുടച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ പുറത്തുള്ള തോല് മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓറഞ്ച് ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇന്ന് നമ്മൾ ഡബിൾ ബോയിലർ മെത്തേഡ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഈ ഓറഞ്ച് സെസ്റ്റ് പാത്രം അതിലേക്ക് വയ്ക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ 2 ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് എടുത്തത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഓറഞ്ച് സെസ്റ്റ് എടുത്ത് ഇതേപോലെ വെളിച്ചെണ്ണയോ ഓലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുത്ത ശേഷം അതൊരു ബോട്ടിലാക്കി അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡബിൾ ബോയിലർ മെത്തേഡാണ്. നമുക്ക് അന്നന്ന് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ അതിൽ നിന്നും 10 മിനിറ്റിന് ശേഷം മാറ്റിയ ശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കണം. നല്ലപോലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓറഞ്ച് ഓയിൽ റെഡിയായി. ഇത് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. നല്ല തിളക്കമുള്ളതും നല്ല മൃദുലവുമായ സ്കിന്ന് നമുക്കുണ്ടാകും, ചർമ്മം. ഇപ്പോൾ ഇത് തയ്യാറായി. ഇത് നമുക്ക് കുറച്ചായി ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് അധികം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. നമ്മുടെ വെളിച്ചെണ്ണയാകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടിയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് തിരുമ്മിയെടുത്താൽ അത് ഉരുകി വന്നോളും. ഇപ്പോൾ ഞാൻ 2 മെത്തേഡ് പറഞ്ഞു. മൂന്നാമതൊരു മെത്തേഡും കൂടിയുണ്ട്. ഓറഞ്ച് സെസ്റ്റ് നമുക്ക് എണ്ണയിൽ ഇതുപോലെ ഇട്ട ശേഷം നമ്മൾ ചെറുതീയിൽ വെച്ച് ഇതുപോലെ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. പിന്നീട് നമുക്ക് അത് ഇതേപോലെ അരിച്ചുപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടണും അടിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ കണ്ട ശേഷം തീർച്ചയായും ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓറഞ്ച് ഓയിൽ നമ്മൾ വാങ്ങാൻ പോയാൽ നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.